Hi dears, welcome back to എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നന്നായിട്ട് പോകുന്നു കേട്ടോ. ഇനി ഒരു ലിമിറ്റഡ് ടൈം ഓഫർ സെയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്ന ഒരു കളക്ഷൻ ആയിരുന്നു ഈ ഒരു ഫാബ്രിക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്ന എ ലൈന്. അതിപ്പോഴും നമുക്ക് അതിന് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സോൾഡ് ഔട്ടാണ്. 1-2 പീസ് നമുക്കുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചൈനീസ് കോളർ നെക്കിൽ നമുക്ക് സൈഡ് സ്ലിറ്റ് ആയിരുന്നു. അത് നമുക്ക് കുറച്ച് പീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാവരുമായിട്ട് നമ്മളൊരു ക്ലിയറൻസ് സെയിൽ പോലെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു എന്താ പറയുക, എന്തൊക്കെ സൈസിൽ അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ നമ്മളൊന്ന് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു വീഡിയോ വരാത്തത്. അതിൻ്റെ ഒരു ക്ലിയറൻസിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആ സെയിം എന്താ പറയുക പാറ്റേണിൽ വന്നിട്ടുള്ള ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കളക്ഷൻ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ, അത് കോഡ് സെറ്റ് തന്നെയാണ്. വത്തിക്കാൻ സിൽക്കിൽ വന്നിട്ടുള്ള കോഡ് സെറ്റാണ് കേട്ടോ. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 ഷെയ്ഡ്സിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു കോഡ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം പാറ്റേണിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. 2 രീതിയിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് സൈഡ് സ്ലിറ്റ് ആയിട്ടും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ എ ലൈനായിട്ടും വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റിൻ്റെ റേറ്റ് വരുന്നത് 499ഉം എ ലൈൻ്റെ റേറ്റ് വരുന്നത് 599ഉമാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു കളർ അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം ആ ഒരു പ്രിൻറ്റിനോട് സിമിലർ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ. ഇതേപോലെ വരുവേ, നല്ലൊരു എന്താ പറയുക ഫ്ലോറൽ പാറ്റേൺ ആണ് വരുന്നത്. ഇതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത ദിവസം വരുന്നുണ്ട്. കുറച്ചൊരു സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ, കാരണം പുറത്തു നിന്നുള്ള ഡിസ്റ്റർബൻസും ഉണ്ട്, പിന്നെ യൂണിറ്റിലാണുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സൗണ്ടിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക. നോർമൽ മാൻഡറിൻ കോളർ നെക്കിലും നമുക്ക് ഈ ഒരു കളക്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ റൗണ്ട് നെക്കിലും നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ്. നമുക്കിതിൻ്റെ തന്നെ എ ലൈനായിട്ടും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ആ ഒരു കഴിഞ്ഞ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ഒരു കളക്ഷനിലുണ്ടായിരുന്ന ആ ഒരു പിങ്ക് അല്ല, ഡാർക്കായിട്ടുള്ളൊരു പിങ്കാണ്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ലൈറ്റ് പിങ്ക് ആയിരുന്നു നമുക്ക് ആ ഒരു പ്രിൻറ്റിലുണ്ടായിരുന്നത്. ഇത് കുറച്ചുകൂടെ ഒരു ഡാർക്കായിട്ടുള്ള പിങ്കാണ് കേട്ടോ. അതിൻ്റെ ബോട്ടം നമുക്ക് ഇതേപോലെ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റെഡിയായി കയ്യിൽ കിട്ടിയപ്പോൾ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇന്ന് ഹോൾസെയിൽ സെക്ഷൻ നമ്മൾ വീട്ടിൽ വന്ന് ഡൗൺ ആയി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു ഹോൾസെയിൽ സെക്ഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റെഗുലർ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ആഷാണ് കേട്ടോ. നല്ലൊരു ഡാർക്ക് ആഷ് ഷെയ്ഡ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന എല്ലാം തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് കളർ ചാർട്ടായിരുന്നെങ്കിൽ ഇത് ആ ലൈറ്റ് ഷെയ്ഡിൻ്റെ തന്നെ കുറച്ചൊരു ഡാർക്ക് കളർ ടോണാണ് കേട്ടോ. ഇങ്ങനെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ഭംഗിയുള്ളൊരു കോഡ് സെറ്റാണ് കേട്ടോ. സൈഡ് സ്ലിറ്റ് കുർത്തി വിത്ത് പലാസോ ബോട്ടമാണ് കേട്ടോ നമ്മളിതിൻ്റെ കൂടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇങ്ങനെ വരും. ഇലാസ്റ്റിക് ബേസ് പാൻറ്റോട് കൂട്ടിയിട്ടുള്ളൊരു പലാസോ ബോട്ടമാണ്. കണ്ടില്ലേ, ഇതേപോലെയാണ് കേട്ടോ ഈ ഒരു കളക്ഷൻ വരുന്നത്. നാളെ നമുക്കിതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ, ഒരു പൗഡേർഡ് ബ്ലൂ. അത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ കുറച്ചൊരു ഡാർക്ക് ടോണിൽ വന്നിട്ടുള്ളൊരു പൗഡേർഡ് ബ്ലൂ ആണ്. ഇതേപോലെ വരെ ഈ ഫ്ലോറൽ ഡിസൈൻ എല്ലാം ഫോയിൽ പ്രിൻ്റ് വെച്ചിട്ടൊന്ന് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലവേഴ്സിനെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ലൊരു ക്ലാസിക് ടച്ച് തരുന്നൊരു പ്രിൻ്റാണ് കേട്ടോ. അതിൻ്റെ ബോട്ടം ഇതേപോലെ വരും. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. കഴിഞ്ഞ ആ ഒരു പ്രിൻറ്റിൽ നമുക്കൊരു ഗ്രീൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ ഈ ഒരു പ്രിൻറ്റിനകത്ത് വന്നിട്ടുള്ളത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്, ഡാർക്ക് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോട്ടം ഇതേപോലെ വരുവേ. കണ്ടില്ലേ, എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ടാകുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ. കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുക, നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മറക്കാണ്ട് തന്നെ വീഡിയോ ഒക്കെ ഒന്ന് കാണാം കേട്ടോ. കാരണം നമുക്കിനി വൈകുന്നേരമായിരിക്കും ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ആ ഒരു വർക്കിംഗ് ടൈമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റുന്നില്ലെന്നൊക്കെ ഉള്ളൊരു പരാതിയുണ്ട്. എല്ലാവർക്കും ഒരു ഫ്രീ ടൈമിൻ്റെ വീഡിയോ ഇടുന്നതാണ് താല്പര്യമെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മുടെ വീഡിയോ വരാൻ പോകുന്നത് വൈകുന്നേരമായിരിക്കും. ഒരു 6 മണി ആ ഒരു ടൈമിൽ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, നമ്മുടെ ഒരു ഗീവ് അവേയുടെ വീഡിയോ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിന്നറെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തു. ഞാൻ അതിൻ്റെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ആളെ പിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല.
പക്ഷേ അതിൻ്റെ വീഡിയോയിൽ എനിക്ക് വോയിസ് ഇല്ലാണ്ടായിപ്പോയി. എൻ്റെ കയ്യിൽ മൈക്ക് അവൈലബിൾ ആയിരുന്നില്ല. ഭയങ്കര ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്തില്ല വീഡിയോ. പക്ഷേ ഞാൻ ഓൾറെഡി അപ്പോൾ തന്നെ വിന്നറെ ഞാൻ പിൻ ചെയ്യുകയും ചെയ്തതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും ആദ്യം സെലക്ട് ചെയ്ത അയാളാണല്ലോ, അപ്പോൾ ആൾക്ക് എന്തായാലും നമുക്ക് ഗിഫ്റ്റ് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഗീവ് അവേക്ക് 2 വിന്നേഴ്സ് ആയിരിക്കും കേട്ടോ നമുക്കുണ്ടാവുക. ഓൾറെഡി ഞാൻ ഒരാളെ സെലക്ട് ചെയ്ത് പോയതുകൊണ്ട് ആ ഒരു ആൾക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ അത് നമുക്ക് എന്താണെങ്കിലും ഒരു ഗീവ് അവേയുടെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് എല്ലാവരും കാങ്കെ തന്നെ സെലക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരാളെ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഒരു ഗീവ് അവേ പിക്കർ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം തന്നെ എൻ്റെ ഗീവ് അവേസ് എല്ലാം തന്നെ ഞാൻ അങ്ങനെയാണ് വിന്നറെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ ഇങ്ങനൊരു യൂട്യൂബ് കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ടാണ് വിന്നറെ സെലക്ട് ചെയ്യുക. ഓക്കെ, കണ്ടോ, ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. കമൻസ് എല്ലാം നമുക്ക് ലോഡായിട്ടുണ്ട്. സ്റ്റാർട്ട് കൊടുക്കാം. സോറി, എനിക്ക് പേര് വായിക്കാൻ പറ്റണില്ല. രജുത്, സോറി കേട്ടോ, എനിക്ക് പേര് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ 2 പേരായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ പിൻ ചെയ്തിടുന്നത്. അത് ഞാൻ ആദ്യം സെലക്ട് ചെയ്ത ഒരാളാണ്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ അറിയാം. ആർട്ട്ഫോം 9444 അതാണ് കേട്ടോ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 വിന്നേഴ്സാണ് നമുക്ക് ഈ ഒരു ഗീവ് അവേക്കുള്ളത്. അപ്പോൾ നല്ല 2 സമ്മാനങ്ങൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ 2 പേർക്കും. അപ്പോൾ ഇനി നമുക്കൊരു മദേഴ്സ് ഡേയുടെ ഗീവ് അവേ, മദേഴ്സ് ഡേയുടെ വിന്നറെ സെലക്ട് ചെയ്യാനുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലൊരു വീഡിയോ ചെയ്തപ്പം ഒരു കമൻറ്റ് കണ്ടു. അപ്പോൾ അപ്പോഴാണ് വീണ്ടും എനിക്ക് ഓർമ്മ വന്നത് നാളെ ആ വിന്നറെ സെലക്ട് ചെയ്യാം കേട്ടോ. മനഃപൂർവ്വമല്ല, മറന്നു പോയതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ അനീല. ടേക്ക് കെയർ ആൻഡ് ബൈ.